സൽമാൻ ഖാന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 23-കാരൻ പിടിയിലായിരിക്കും. മെയ് 20 രാത്രിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ ജിതേന്ദ്ര കുമാർ സിംഗ് ഗാലക്സി അപ്പാർട്ട്മെന്റിൽ അനധികൃതമായി കയറിയത്. സൽമാനെ കാണാൻ ശ്രമിച്ചതാണ് എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഇഷ എന്ന 32-കാരി സൽമാന്റെ വീട്ടിൽ കയറാൻ ശ്രമം നടത്തിയിരുന്നു. അർജുൻ പീതാംബരൻ അതിലെ വിവരങ്ങൾ നൽകും. അർജുൻ, അല്ലെങ്കിൽ പലയിടങ്ങളിൽ നിന്ന് ഭീഷണിയുള്ള നടനാണ് സൽമാൻ ഖാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാണാൻ വന്നതാണോ അല്ലെങ്കിൽ ആരാധനാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിലെടുക്കാനും കഴിയില്ല. എങ്ങനെയാണ് പോലീസ് അന്വേഷണം? എന്താണ് ഇവരുടെ പശ്ചാത്തലം? ഈ രണ്ടുപേർക്കുമെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ രണ്ട് സംഭവങ്ങളിലും കൂടുതൽ അന്വേഷണവും ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ Y+ കാറ്റഗറി, സുരക്ഷാ കാറ്റഗറിയുള്ളൊരു സിനിമാ നടനാണ് സൽമാൻ ഖാൻ. അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ഈ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ, അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇത്തരത്തിൽ 2 ദിവസങ്ങളിൽ 2 ആളുകൾ കയറാൻ ശ്രമം നടത്തുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് നേരെയുള്ള വധഭീഷണി എല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ ആദ്യം മെയ് 19 പുലർച്ചെയാണ് ഉണ്ടായത്. ഇഷ എന്ന് പറയുന്ന 32-കാരി അവർ ഈ ഫ്ലാറ്റിനകത്തേക്ക് കയറി. അവിടെ സൽമാൻ ഖാൻ്റെ വസതിക്കൊപ്പം തന്നെ മറ്റ് ചില പ്രമുഖരുടെ ഫ്ലാറ്റുകൾ കൂടിയുണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിലേക്ക്, ഈ ഗാലക്സി അപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് കയറി അവർ ലിഫ്റ്റ് വരെ എത്തി എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അവിടെ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാർ കണ്ട് അവരെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇഷ ആദ്യം കസ്റ്റഡിയിലാവുന്നുണ്ട്. മെയ് 20 വൈകിട്ട് 7:15 മറ്റൊരാളുടെ കാറിൽ ഈ ജിതേന്ദ്ര എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് സ്വദേശിയാണ്, 23 വയസ്സ് പ്രായമുള്ള ഇയാൾ ആ ഫ്ലാറ്റിനകത്തേക്ക്, ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തെ കണ്ടു, മാറ്റി നിർത്തി ചോദ്യം ചെയ്തതിലൂടെ അയാൾ ഇത്തരത്തിൽ സൽമാൻ ഖാനെ കാണാൻ വന്നതാണ്. പക്ഷേ അനധികൃതമായി കയറാനുള്ള ശ്രമമായിരുന്നു. അതായത് ഒരു തരത്തിലും അനുവാദമൊന്നും വാങ്ങാതെ തന്നെ. ഒപ്പം ഈ 20 രാവിലെ അദ്ദേഹത്തെ ആ പരിസരത്ത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷികളുമുണ്ട്, സുരക്ഷാ ജീവനക്കാരുമുണ്ട്. അദ്ദേഹം വളരെ കോപാകുലനായി, അതായത് ഈ ഫ്ലാറ്റിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞതിന് പിന്നാലെ അദ്ദേഹം മൊബൈലെല്ലാം തന്നെ നിലത്ത് വലിച്ചെറിഞ്ഞ് വളരെ കോപാകുലനായി അവിടെ നിന്ന് പോയി. പിന്നീടാണ് വൈകിട്ട് ഈ മറ്റൊരു കാറിൽ ഇയാൾ അകത്തേക്ക് കയറാൻ ശ്രമം നടത്തിയത്. ആ കാറുകാരനെ സംബന്ധിച്ചും ഇപ്പോൾ ചോദിക്കുന്നത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമുണ്ട്. പക്ഷേ അത് അറസ്റ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടന്നിട്ടല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഈ ജിതേന്ദ്രയും ഇഷയും ഇപ്പോൾ ബാന്ദ്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. കേസ് FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം ഇപ്പോൾ എന്തായാലും ആരാധനയുടെ പേരിലാണോ, കാണാനുള്ള മോഹം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ നിലവിൽ വളരെ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് സൽമാൻ ഖാൻ. അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് പോലീസ് ഇവരെയും കൈകാര്യം ചെയ്യുക.